തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം 4 കോർപ്പറേഷൻ അടക്കം നേടി സമഗ്രാധിപത്യത്തോടെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം. കാൽ നൂറ്റാണ്ടിന് ശേഷം കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായത് മികച്ച നേട്ടമായി. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മിന്നും പ്രകടനമാണ് UDF നടത്തിയത്. മലയോളം തുടിമേളം ജനവിധി ജനഹിതം നിലമെഴും പ്രതിധ്വനി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനമാകെ UDF കൊടുങ്കാറ്റാഞ്ഞു വീശി. LDFന്റെ കോട്ടകുത്തളങ്ങളെല്ലാം തകർന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇടത്തോട്ട് മാത്രം ചാഞ്ഞിരുന്ന ഇടങ്ങളിൽ പോലും UDFന്റെ കുതിപ്പ്. 3 പതിറ്റാണ്ടിനിപ്പുറം UDF രചിച്ചത് തിളക്കമാർന്ന വിജയ ചരിത്രം. ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തുടങ്ങി സമസ്ത മേഖലകളിലും സമഗ്രാധിപത്യത്തോടെയാണ് UDFന്റെ കുതിപ്പ്. 2020-ൽ 6-ൽ 5 കോർപ്പറേഷനിലും വിജയക്കൊടി പാറിച്ച LDF 5 വർഷങ്ങൾക്കിപ്പുറം ആടിയുലഞ്ഞു. കണ്ണൂർ നിലനിർത്തിയും തൃശൂരും എറണാകുളവും തിരിച്ചുപിടിച്ചും കാൽ നൂറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് അട്ടിമറി നേടിയും UDFന്റെ ഒന്നൊന്നര തിരിച്ചുവരവ്. 86 മുനിസിപ്പാലിറ്റികളിൽ 50 കടന്നുള്ള UDFന്റെ അപരാജിത കുതിപ്പ്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും കൈപ്പിടിയിലൊതുക്കി. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 500-നടുത്തെത്തിയ തേരോട്ടം. കയ്യിലുണ്ടായിരുന്ന തലസ്ഥാന കോർപ്പറേഷനിൽ ഇത്തവണ താമര വിരിഞ്ഞതും ഇടതിന് കടുത്ത ആഘാതമായി. കോഴിക്കോട് കോർപ്പറേഷൻ ആശ്വാസത്തുരുത്തായെങ്കിലും മേയർ സ്ഥാനാർത്ഥിയായി പാർട്ടി കണ്ടിരുന്ന മുസാഫർ അഹമ്മദ് തോറ്റത് വിജയത്തിന്റെ തിളക്കം കുറച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.